Good afternoon. Good afternoon, Miss. Good afternoon, Good Miss. afternoon. Good Good afternoon, Miss. afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. മഴ പെയ്യുന്നുണ്ടോ? സേഫ് ആണോ എല്ലാവരും? ഓക്കെ ആണോ? Okay, Okay, ma'am. ma'am. Okay. Okay. Okay, ma'am. ഓക്കെ ആണല്ലേ? ഇത് വന്ദന മിസ്സിന് പകരമാണ് ഞാൻ വന്നത്. നാളെ എന്റെ അവർ വന്ദന മിസ് എടുക്കും കേട്ടോ. ഓക്കെ, നാളെ എനിക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ടാണ് ഇന്ന് വന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? റെക്കോർഡ്സുകളെ കുറിച്ച് പറഞ്ഞല്ലേ? ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ അബിത. ദെൻ റെക്കോർഡ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ചുകൂടി കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും വായിച്ചോ? റീഡ് ചെയ്തായിരുന്നോ? പഠിച്ചോ? റീഡ് ചെയ്തോ? ചെയ്തു. ഓക്കെ, എല്ലാ ദിവസവും എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചു തീർക്കുക കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ബേർഡൻ ആയിട്ട് മാറും ഒന്നും പഠിക്കാതെ വന്നാൽ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കില്ല് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Triage and screening of each patient must be performed by a physician or trained RN with EMT. അവിടെ N മിസ്സിംഗ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? RN എന്ന് കൊടുത്തിട്ടുണ്ടോ? RN എന്ന് കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ എന്താ പറയാ, അതായത് പേഷ്യന്റിന്റെ ട്രയേജും അതുപോലെ തന്നെ സ്ക്രീനിങ്ങും ഒക്കെ നടത്തേണ്ടത് ഫിസിഷ്യൻ ആണ്, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു RN, ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് നഴ്സ്, അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ് പേഷ്യൻസ് അവിടെ വരുന്ന എമർജൻസി പേഷ്യൻസിന്റെ ട്രയേജും സ്ക്രീനിങ്ങും നടത്തേണ്ടത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ ചോദ്യം ചോദിക്കാം, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യന്റ് ട്രയേജും സ്ക്രീനിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, പേഴ്സൺസ് ആരെല്ലാമാണ്? അപ്പൊ നമുക്ക് അതിനകത്ത് ഫിസിഷ്യനെ ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള RN ഉൾപ്പെടുത്താം, ദെൻ EMT, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. The next one, a legible and appropriate medical record must be established for each individual. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് എന്ത് വേണം? ഒരു ലെജിബിൾ ആയിട്ടുള്ള, മീൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അവരുടെ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ, അതായത് അവരുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ഏത് ഡോക്ടറെയാണ് കാണിക്കുന്നത്, അങ്ങനെയുള്ള കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കണം എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണത്, ഈ ഒരു രോഗിക്ക് കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ് ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, then last one, the minimum set of SOPs should be available for. SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്നാണ് കേട്ടോ. SOP എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള റിട്ടൺ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷനെയാണ് SOP എന്ന് പറയുന്നത് കേട്ടോ. അതായത് എഴുതപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ഇൻസ്ട്രക്ഷൻസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. രേഖാമൂലമായിരിക്കും, റിട്ടൺ ആയിട്ടുള്ള ഫോമിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ഇതിനെയാണ് SOPs എന്ന് പറയുന്നത് കേട്ടോ. റിട്ടൺ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്.
ഓക്കെ, അപ്പൊ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട ഒന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള SOPs ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറെ അതിന്റെ താഴെയായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ വരുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്. Then second one, registration of the patient. പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എന്താണ്. ഓക്കെ, then third one, triage of the patient. ഞാൻ പറഞ്ഞു triage എന്ന് പറഞ്ഞാൽ സോർട്ട് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ, എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്. then D എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ. അതായത് ചില പേഷ്യൻസിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവരെ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. ചിലപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസ്ഫറുകൾ ഉണ്ട്. ഇനി അതല്ലാതെ എന്താണ്, മറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോയാൽ അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. അപ്പോ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നടക്കുന്ന ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫറുകൾ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്കുള്ള ട്രാൻസ്ഫറുകൾ ഉണ്ട്. അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തുണ്ട്, ഈ ഒരു ഇതില് വരുന്നതാണ്. ഓക്കെ, then റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, അതായത് മറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ പ്രൊസീജിയേഴ്സ് നടത്താറുണ്ട്. ഓക്കെ, അപ്പോ റെഫറൽ ഓഫ് ദ പേഷ്യന്റും എന്തിൽ വരുന്നതാണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ വരുന്നതാണ്. then discharge of the patient. പേഷ്യന്റിനെ ട്രീറ്റ്മെന്റിന് ശേഷം അല്ലെങ്കിൽ പേഷ്യന്റ് സ്റ്റേബിൾ ആയതിനു ശേഷം എന്ത് ചെയ്യാം, പേഷ്യന്റിനെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്യാം. അപ്പോ അതിന്റെ പ്രൊസീജിയർ. then brought in dead cases. brought in dead cases എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മരിച്ചുകൊണ്ട് വരുന്ന കേസുകളൊക്കെ ഉണ്ട്. മരിച്ചുകൊണ്ട് വരുന്ന കേസ് അതായത് ജീവന്റെ ഒരു ലക്ഷണവും കാണിക്കാതെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഒരു ലക്ഷണവും ഇല്ലാതെ, ഒരു സിംറ്റം, ഒരു സൈനും ഇല്ലാതെ അവർക്ക് ജീവൻ ഉണ്ട്, അവർക്ക് എന്താണ് അവരുടെ കറക്റ്റ് ട്രീറ്റ്മെന്റ് എന്താണ് കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ധാരാളം ഹോസ്പിറ്റലിൽ ഉണ്ടാവാറുണ്ട് ചില പേഷ്യൻസ് വരുമ്പോൾ. അപ്പൊ അവരുടെ പ്രൊസീജിയേഴ്സ് എന്താണ്, അതിനെയാണ് ബ്രോട്ട് ഇൻ ഡെഡ് കേസസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ ആണ് കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഡ് ബ്ലൂവിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, കേട്ടിട്ടില്ല. അതായത് കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് ഇതൊരു എമർജൻസി മെഡിക്കൽ കോഡാണ്. കോഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി കോഡിനെയാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. അതായത് രോഗി വരുമ്പോൾ, അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ എമർജൻസി സിറ്റുവേഷൻസിൽ രോഗിയെ കൊണ്ടുവരുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് എമർജൻസി കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള സ്റ്റാഫുകളെയും എക്യുപ്മെന്റുകളെയും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കോഡ് ബ്ലൂ പ്രവർത്തിപ്പിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു രോഗി വരുമ്പോൾ അടിയന്തര സാഹചര്യം അല്ലെങ്കിൽ ഒരു രോഗിക്ക് അത്യാവശ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് ലൈഫ് ത്രെട്ടണിങ് കേസൊക്കെ വന്നു കഴിഞ്ഞാല് ആ രോഗിയെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള സ്റ്റാഫുകളെ സജ്ജരാക്കുക, അതുപോലെ തന്നെ അവിടെയുള്ള എക്യുപ്മെന്റുകളെ സജ്ജമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോഡ് ബ്ലൂ പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, ഈ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാല് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. കേട്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നുണ്ടോ? എവിടെയെങ്കിലും കേട്ട ഒരു ഓർമ്മയുണ്ടോ? കാർഡിയാക് അറസ്റ്റ്, കോഡ് ബ്ലൂ ഉണ്ടല്ലേ? കോഡ് ബ്ലൂ എന്താണ്? കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു രോഗിയെ കാർഡിയാക് അറസ്റ്റുമായിട്ട് ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉടനെ തന്നെ ഒരു അനൗൺസ്മെന്റ് പോകും. എങ്ങനെയാണ് അനൗൺസ്മെന്റ് ഉണ്ടാവുക?
3 പ്രാവശ്യമാണ് അനൗൺസ്മെന്റ് ഉണ്ടാവുക. ഇങ്ങനെയാണ് പറയാ, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്, കോഡ് ബ്ലൂ ആക്ടിവേറ്റഡ്. ഇങ്ങനെ 3 പ്രാവശ്യം എന്ത് ചെയ്യും, അനൗൺസ്മെന്റ് പോകും. ഈ അനൗൺസ്മെന്റ് പോയ പിന്നാലെ, അതായത് അനൗൺസ്മെന്റിന് തൊട്ടുപുറകെ ഈ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, അവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും, അതിനകത്ത് നഴ്സിംഗ് സ്റ്റാഫ് വരാം, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് വരാം, മറ്റ് സ്പെഷ്യലിസ്റ്റുകൾ വരാം. ഇത്തരത്തിലുള്ള ആളുകൾ ഉടനെ തന്നെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യും, പ്രസന്റ് ആവും, അല്ലെങ്കിൽ അവർ ഉടനെ തന്നെ അവിടേക്ക് എത്തും. അതുപോലെ തന്നെ ഈ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ചില എക്വിപ്മെന്റുകൾ ആവശ്യമാണ് അല്ലെ, അതും എന്ത് ചെയ്യും, ഈ സമയത്ത് ഈ ഡിപ്പാർട്ട്മെന്റില് എത്തിക്കും. അപ്പൊ ഇത്തരത്തിൽ രോഗിയെ അടിയന്തര പരിചരണം അല്ലെങ്കിൽ എമർജൻസി കെയർ ഇത്തരത്തിൽ രോഗിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അത് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ കോഡാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, എന്താണ് കോഡ് ബ്ലൂ എന്ന് നോട്ട് ചെയ്തോളൂ. കോഡ് ബ്ലൂ, എ മെഡിക്കൽ എമർജൻസി കോഡ്, എ മെഡിക്കൽ എമർജൻസി കോഡ് used to indicate a patient in cardiac arrest. എന്താണ് സ്നേഹ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ചിരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, എന്ത് പറ്റി? A patient in cardiac arrest who needs immediate resuscitation and emergency medical intervention. ഓക്കെ, ഒന്നും കൂടി പറയാം. ഓക്കെ, സാരമില്ല സ്നേഹ, ഇറ്റ്സ് ഓക്കെ. ഞാൻ ചോദിച്ചതാണ് എന്താണെന്ന് കേട്ടോ. ഓക്കെ, ഒന്നും കൂടി പറയാം കേട്ടോ. കോഡ് ബ്ലൂ, എ മെഡിക്കൽ എമർജൻസി കോഡ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പേഷ്യന്റ് ഇൻ കാർഡിയാക് അറസ്റ്റ് who needs immediate resuscitation and emergency medical intervention. That is code blue. Okay, എല്ലാവരും എഴുതിയോ? ഓക്കെ, ഉദിത്തുല്ലാസ് കമന്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്താണ് ഡെഫിനിഷൻ. ഓക്കെ, താങ്ക് യു ഉദിത്. ഇപ്പൊ ഞാൻ കോഡ് ബ്ലൂ ആണ് പറഞ്ഞത്. കോഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഇനി ചില കോഡുകൾ ഞാൻ പറയാം, നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു തരുന്നതാണ് കേട്ടോ. കോഡ് പിങ്ക് എന്ന് പറയുന്നത് പീഡിയാട്രിക്സുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ നിയോനേറ്റൽ കെയർ, അതായത് നവജാത ശിശുക്കളുടെ സംരക്ഷണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും എമർജൻസി കെയർ ആവശ്യമൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്താണ് അനൗൺസ് ചെയ്യുന്ന കോഡാണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത് കേട്ടോ. പീഡിയാട്രിക്സ്, കോഡ് പിങ്ക് പീഡിയാട്രിക്സ്. പിന്നെ കോഡ് റെഡ് എന്ന് പറയുന്നത് ഫയർ ആണ്. കോഡ് റെഡ് ഫയർ, അതായത് ഹോസ്പിറ്റലിൽ ഇപ്പോ എന്തെങ്കിലും തീപിടുത്തം എന്തെങ്കിലുമുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും തീപിടുത്തത്തിനുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാല് ഉടനെ തന്നെ ഹോസ്പിറ്റൽ അനൗൺസ് ചെയ്യുന്നതാണ് ഇത് കോഡ് റെഡ് എന്ന് പറയുന്നത് കേട്ടോ. ഫയർ കോഡ് റെഡുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കോഡ് കൂടി, പലതരത്തിലുള്ള കോഡുകൾ ഉണ്ട് കേട്ടോ. ഞാൻ 2-3 എണ്ണം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ആണ്.
എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. അതായത് ഇപ്പോ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് മാസ് കാഷ്വാലിറ്റി സംഭവിക്കുമല്ലോ, ആളുകളെ കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോ ഹോസ്പിറ്റലിൽ അനൗൺസ് ചെയ്യുന്ന കോഡാണെന്ത്, കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത് കേട്ടോ, എക്സ്റ്റേണൽ ഡിസാസ്റ്റർ. ഓക്കെ, ഇത്തരത്തിലുള്ള ചില കോഡുകൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. മെഡിക്കോ ലീഗൽ കേസസ്. അതായത് ഒരു ഹോസ്പിറ്റലില് എന്താ പറയാ, മെഡിക്കോ ലീഗൽ കേസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, MLC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കേസുകൾ അല്ലെ. MLC-യുമായി ബന്ധപ്പെട്ടുള്ള കേസുകളുടെ നടപടിക്രമങ്ങളും അതിനകത്ത് വരാം. അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഇതില് SOPs-ല് വരാവുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, MLC എങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് സ്റ്റാമ്പ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രൊസീജിയറും ഈ ഒരു SOPs-ല് വരാം. then അതുപോലെ തന്നെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് രോഗിയുടെ സുരക്ഷ അതുപോലെ തന്നെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന നടപടിക്രമങ്ങളാണെന്ത്, ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, രോഗിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രോഗിക്ക് കൊടുക്കുന്ന കെയറിന്റെ ഗുണനിലവാരത്തിന് വേണ്ടിയിട്ട് അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയേഴ്സിനെയാണ് ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ പറഞ്ഞത്? ഓക്കെയാണ്. The next one quality indicators ആണ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഗുണനിലവാരത്തിന്റെ സൂചകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ എങ്ങനെ അളക്കാം, അതിന്റെ ക്വാളിറ്റിയെ നമ്മൾക്ക് എത്തരത്തിൽ അളക്കാം അല്ലെങ്കിൽ അതിനെ മെഷർ ചെയ്യാം എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് ആണ്. ഇത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. എന്താണ് അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ്? അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്തതിന് ശേഷം തിരിച്ചുപോയ രോഗികളിൽ എത്ര പേര് വീണ്ടും തിരിച്ചു വരുന്നുണ്ട്? ഓക്കെ, ഇപ്പൊ ഒരു രോഗി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു, അവിടുത്തെ ട്രീറ്റ്മെന്റിന് ശേഷം അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞയച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, കുറച്ചു നേരത്തിന് ശേഷം ആ രോഗിയെ അതേ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അതേ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നു. അപ്പൊ അതൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഗുണനിലവാരം അളക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഈ ഒരു കാര്യത്തെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അതത്ര നല്ലൊരു ടെൻഡൻസി അല്ല അല്ലെ. അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചികിത്സയ്ക്ക് ശേഷം തിരിച്ചുപോയ രോഗി വീണ്ടും അതേ കാരണത്താൽ വീണ്ടും അവിടെ കൊണ്ടുവരികയാണ്. അപ്പോ അതിനെ മെഷർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ തന്നെ ഒരു രോഗിക്ക് എത്ര നേരമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്? ഓക്കെ, അതൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, ഇപ്പൊ ഒരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ പെട്ടെന്ന് ചികിത്സിച്ച് അദ്ദേഹത്തെ അവിടുന്ന് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളുമാണ് അവിടെ കൊടുക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു രോഗി കൂടുതൽ നാള് അല്ലെങ്കിൽ കൂടുതൽ നേരം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, അത് നമുക്കൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എന്താണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികൾ എത്ര പേര് ഡോക്ടറെ കാണാനാകാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പറ്റാതെ, കൺസൾട്ട് ചെയ്യാൻ പറ്റാതെ, അവിടെ നിന്ന് ട്രീറ്റ്മെന്റ് റിസീവ് ചെയ്യാതെ എത്ര പേര് തിരിച്ചു പോകുന്നുണ്ട്? നമുക്കറിയാം ചില കേസുകളിലൊക്കെ ഹോസ്പിറ്റലിൽ വന്നു കഴിയുമ്പോൾ, ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിയുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടൻസ് ചിലപ്പോൾ ഉണ്ടാവാറില്ല.
അപ്പൊ അത്തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രോഗി എന്ത് ചെയ്യാം, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അതൊരു നല്ലൊരു ടെൻഡൻസി അല്ല അല്ലെ. അപ്പൊ ഇതിനകത്ത് അതായത് അവിടെ വരുന്ന രോഗികളിൽ എത്ര പേര് ഇങ്ങനെ ഡോക്ടറെ കാണാതെ പോകുന്നുണ്ട്, അതൊരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. അതുപോലെ തന്നെ ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, അതായത് ഇനീഷ്യൽ അസസ്മെന്റിന് എത്ര സമയം എടുക്കുന്നുണ്ട്. രോഗി വന്നാൽ നമുക്ക് ആദ്യം അറിയാലോ, ചില ഇനീഷ്യൽ അസസ്മെന്റുകൾ എടുക്കും അല്ലെ. അതായത് രോഗിയുടെ പൾസ് നോക്കാം, അതുപോലെ BP നോക്കാം, അങ്ങനെയുള്ള ചില ഇനീഷ്യൽ അസസ്മെന്റുകൾ ഉണ്ട്. അപ്പൊ എത്ര സമയം കൊണ്ടാണ് അവിടെയുള്ള സ്റ്റാഫുകള് ഇനീഷ്യൽ അസസ്മെന്റ് എടുക്കുന്നത്? എത്രയും വേഗം എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം അത്രയും വേഗത്തിൽ അവർക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കാം അല്ലെ. അപ്പൊ അതും എന്താണ്, ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആണ്. ദെൻ ടൈം ടു ട്രീറ്റ്മെന്റ്, എത്ര സമയം എടുത്തിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് രോഗിയെ. ചിലവര് കുറെ സമയം എടുത്തിട്ടായിരിക്കാം ട്രീറ്റ് ചെയ്യുന്നത്, ചിലതില് കുറഞ്ഞ സമയം കൊണ്ട് രോഗിയെ ട്രീറ്റ് ചെയ്യാം. അപ്പൊ അത് എന്ത് ചെയ്യാം, ഒരു ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ദെൻ സർവീസ് എക്സ്പീരിയൻസ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അതായത് സഡൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന സാഹചര്യത്തിലുള്ള സ്റ്റാഫുകളാണെന്ത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യും അല്ലെ. സാധാരണ ഹോസ്പിറ്റൽ വിഭാഗത്തെ പോലെയുള്ള അല്ല, നമുക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്കുള്ളത്. അപ്പോ അത്രമാത്രം സ്കിൽഡും അതുപോലെ തന്നെ അത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ അപ്പോയിന്റ് ചെയ്യുക, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്യുക. അപ്പൊ അവരുടെ സർവീസ് എക്സ്പീരിയൻസ് നല്ലതാണോ, കുറെ നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ, ഒരു വെൽ ക്വാളിഫൈഡ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത്, ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തുണ്ടോ, ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോയിക്കോട്ടെ ഞാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പറയാനുള്ളത് റോൾ ഓഫ് എമർജൻസി റൂം ക്ലർക്ക് ഓർ സെക്രട്ടറി. അതായത് എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. അവരുടെ പ്രധാനപ്പെട്ട റോളുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, interview patients to obtain biographic, demographic and financial data for registration purposes and enter information so gathered into the hospital computer system. അതായത് വരുന്ന പേഷ്യൻസിൽ നിന്നും അവരുടെ ബയോഗ്രഫിക് ആയിട്ടുള്ള, അതായത് അവരുടെ എല്ലാത്തരം ഡീറ്റെയിൽസ്, ബയോഗ്രഫിക് ഡെമോഗ്രഫിക് മീൻസ് എന്ന് പറയുന്നത് അവരുടെ എല്ലാത്തരം ഡീറ്റെയിൽസ്, അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് അവരിൽ നിന്ന് ഇൻഫോർമേഷൻ റിസീവ് ചെയ്തതിന് ശേഷം അത് ഹോസ്പിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഓരോ പേഷ്യൻസ് വരുമ്പോഴും അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞ് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് അത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, രജിസ്റ്റർ എമർജൻസി റൂം പേഷ്യൻസ്, ഫയൽ, റിട്രീവ് മെഡിക്കൽ റെക്കോർഡ്സ് ഫോർ ദ എമർജൻസി റൂം ഫിസിഷ്യൻ റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് എമർജൻസി റൂം അഡ്മിഷൻ. അതുപോലെ തന്നെ അവിടെ, അതായത് എമർജൻസി പേഷ്യൻസ് വരുമ്പോൾ അവരെ രജിസ്റ്റർ ചെയ്യാം. ഞാൻ പറയാം, ഞാൻ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ പറയാം കേട്ടോ എന്തൊക്കെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. എമർജൻസി റൂം പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക, അവരുടെ ഫയലുകള് റിട്രീവ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഫയലുകള് എമർജൻസി റൂം ഫിസിഷ്യന് കൈമാറുക. ദെൻ അതുപോലെ തന്നെ എമർജൻസി റൂം അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? എമർജൻസി റൂം പേഷ്യൻസിന്റെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അവരുടെ ഫയലുകള്
റിട്രീവ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഫയൽസ് ഫിസിഷ്യന് കൈമാറുക, പിന്നെ എമർജൻസി റൂം എടുക്കുന്ന പേഷ്യൻസിന് അവരുടെ റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡ് എക്സെപ്ഷണൽ കസ്റ്റമർ സർവീസ്. എക്സെപ്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാബുലസ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് കൊടുക്കുക. അതായത് അവിടെ വരുന്ന രോഗികളെ നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. ദെൻ നാലാമത്തെ പോയിന്റ് കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ കണക്ഷൻ വിത്ത് അഡ്മിഷൻ ഓഫ് പേഷ്യൻസ് ഇൻ ദ ഹോസ്പിറ്റൽ ഓർ അതർ മെഡിക്കൽ ഫെസിലിറ്റി. അതുപോലെ തന്നെ ആശുപത്രിയിലോ അല്ലെങ്കിൽ മെഡിക്കൽ സൗകര്യങ്ങളിലോ ഉള്ള രോഗികളെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. അതായത് ഒരു രോഗി വന്നു കഴിയുമ്പോൾ, ഒരു ഹോസ്പിറ്റലാണ് വന്നിരുന്നതെങ്കിൽ ആ രോഗിയെ എത്രയും പെട്ടെന്ന് അവിടെ എൻറ്റർ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഈ ഒരു എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടി. Next point, assess patient other needs from healthcare professionals like need of ambulance service or referrals. അതുപോലെ തന്നെ ആംബുലൻസ് സർവീസുകൾ, ആംബുലൻസ് സേവനങ്ങള്, റഫറലുകൾ തുടങ്ങിയ പോലുള്ള രോഗിയുടെ ആവശ്യങ്ങൾ വിലയിരുത്തുക. അതായത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പേഷ്യൻസ് എന്ന് പറയുന്നത് അവർക്ക് ആംബുലൻസ് സർവീസ് ആവശ്യമായിട്ട് വരും, അല്ലെ? അവർ തീരെ വയ്യാതെയാണ് അവിടെ വരുന്നത്, ഒട്ടും തന്നെ നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് അവർ വരുന്നത്. അപ്പൊ എന്തായാലും അവർക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടാവും? അവരുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ആംബുലൻസിലായിരിക്കും ഒരു കൂടുതലായിട്ട് വരിക. പിന്നെ ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ റഫറൽസ്, അതായത് ചില പേഷ്യൻസിനെ ചില ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം കൊണ്ടുവരും, ചില പേഷ്യൻസിനെ ഇവിടെയുള്ള ഹോസ്പിറ്റലിൽ നിന്ന് മറ്റു ചില ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ആവശ്യം വരുന്ന പേഷ്യൻസിന് അവരുടെ ആവശ്യം ചോദിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ ആംബുലൻസ് സർവീസിനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക. ഓക്കെ, റഫറൽ സംവിധാനം വേണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ എന്ത് ചെയ്യുക, സാധിച്ചു കൊടുക്കുക. ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഗ്രീവൻസസ് റിഡ്രസൽ. ഗ്രീവൻസസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതി പരിഹാരം. രോഗിയിൽ നിന്നും അതുപോലെ തന്നെ രോഗിയുടെ ബൈസ്റ്റാൻഡറിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പരാതികൾ കിട്ടുവാണെങ്കിൽ ഉടൻ തന്നെ അത് പരിഹരിക്കുക. രോഗിക്ക്, പേഷ്യൻസിന് എന്തെങ്കിലും പരാതികൾ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലിക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതിന് ഉടൻ തന്നെ പരിഹരിക്കാനായിട്ട് നോക്കുക. അപ്പൊ അതും ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? ഗ്രീവൻസസ് റിഡ്രസൽ വരെ ഒക്കെയാണ്? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോർഡിനേറ്റ് വിത്ത് അതർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ഫോർ ബെഡ് അറേഞ്ച്മെന്റ്. അതായത് ബെഡ് അറേഞ്ച്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? മറ്റുള്ള, അതായത് ഈ ബെഡ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സിക്യൂട്ടീവുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് സ്റ്റാഫുകൾ ഉണ്ടല്ലോ ഹോസ്പിറ്റലിൽ, ബെഡ് അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇപ്പോ ഫ്ലോർ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ ICU കോർഡിനേറ്റർ ആയിട്ടൊക്കെയാണ് നമുക്ക് ജോലി ലഭിക്കുന്നതെങ്കിൽ നമ്മള് ഡ്യൂട്ടിക്ക് കയറി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങുന്ന എല്ലാ ദിവസവും നമ്മൾ ഡ്യൂട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന, നമ്മൾക്കായിട്ട് ഒരു റൂം ഒക്കെ തരും എല്ലാവരും ഇരിക്കാൻ വേണ്ടിയിട്ട്. ICU കോർഡിനേറ്റർ ഒക്കെ ആണെങ്കിൽ നമുക്കായിട്ട് സ്പെഷ്യൽ റൂമും മറ്റൊക്കെ ഉണ്ടാകും. അപ്പൊ നമ്മുടെ മുമ്പിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പൊ ജോലി തുടങ്ങുമ്പോൾ 9 മണിക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എന്താണ്? കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് ആദ്യം എന്തായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുക? ഒരു ICU കോർഡിനേറ്റർ ആയിട്ടാണ് ജോലി ലഭിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? കമ്പ്യൂട്ടർ തുറന്നു കഴിയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്? ഗസ് ചെയ്യൊന്ന്. ബെഡ് അവൈലബിലിറ്റി ആണ് അല്ലെ? ഉദിത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഉദിത്ത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ ഓക്കെ, ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബെഡ് അവൈലബിലിറ്റി ആണ് നമ്മൾ ആദ്യം നോക്കുക. അത് ചെക്ക് ചെയ്യും.
ICU എത്ര ബെഡ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇൻപേഷ്യന്റിൽ, അതായത് നമുക്കറിയാം ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര ബെഡ് അവൈലബിൾ ആണ്. ICU ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബെഡ് വലിക്കാറുണ്ട് സാധാരണ. കാരണം ICU എന്ന് പറഞ്ഞാല് പേഷ്യന്റ് എന്തായാലും എന്ത് ചെയ്യണം, ബെഡിൽ കിടന്നേ തീരും അല്ലെ, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ് ബെഡിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള എക്സിക്യൂട്ടീവുകളെയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ബെഡ് അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോ ഈ ഒരു ബെഡ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കിടക്കകൾ ഇല്ലെങ്കിൽ ആശുപത്രികളിൽ എന്ത് നടപ്പിലാകില്ല, ചികിത്സ കിട്ടില്ല അല്ലെ. പ്രത്യേകിച്ച് ICU അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ എന്ത് വേണം, കിടക്കകൾ അല്ലെങ്കിൽ ബെഡുകൾ നിർബന്ധമായിട്ട് വേണ്ട ഒന്നാണ്. അപ്പോ അതിന്റെ ഒരു അവൈലബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു ICU കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബെഡ് അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പ്രോപ്പർ ബെഡ് അവൈലബിൾ അല്ലെങ്കിൽ അത് മറ്റുള്ള ആളുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, അവിടേക്ക് വരുത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബെഡ് എന്തായാലും മസ്റ്റ് ആണ് അല്ലെ. അപ്പോ ആവശ്യമെങ്കിൽ എന്ത് ചെയ്യണം, മറ്റുള്ള എക്സിക്യൂട്ടീവുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള ബെഡുകൾ അറേഞ്ച് ചെയ്യണം. അപ്പോ അതാണ് ആ പോയിന്റ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് MLC കേസസ് ആർ രജിസ്ട്രേഡ്. അതുപോലെ തന്നെ MLC കേസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതായത് നമുക്കറിയാം ഈ കമ്പ്യൂട്ടറിൽ ഇതിന്റെ ഫയലുകളും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കും അല്ലെ. MLC എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ MLC-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫയലുകൾ എന്ത് ചെയ്തിരിക്കണം, കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിരിക്കണം അല്ലെ. മെഡിക്കൽ ലീഗൽ ഫീസ്. അപ്പോ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള MLC കേസുകൾ എന്താണ്, അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, നമ്മള് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലായാലും ഫയലിലാണെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അത് ഉറപ്പുവരുത്തേണ്ടത് ആരാണ്, MLC കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഫയലുകള് അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡുകളൊക്കെ സൂക്ഷിക്കേണ്ടതും അതുപോലെ തന്നെ എത്ര എണ്ണമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങള് സൂക്ഷിച്ചു വെക്കേണ്ടത് ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ലൈക്ക് ഡാമ പേഷ്യൻസ്. വാട്ട് ഈസ് മീൻ ബൈ ഡാമ? എന്താണ് ഡാമ? അറ്റ് റിക്വസ്റ്റ് ഡിസ്ചാർജ്. ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, അതാണ് കേട്ടോ കറക്റ്റ്. ആൻസി പറഞ്ഞിട്ടുണ്ട്. ഡാമ എന്ന് പറയുന്നത് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. നിങ്ങൾക്ക് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തായിരുന്നോ? ഇല്ല, എടുത്തിട്ടുണ്ടോ? നോ. അതിനകത്ത് കൂടുതൽ നിങ്ങൾ ഡിസ്ചാർജിനെ കുറിച്ച് പഠിക്കും. മിസ് പറഞ്ഞു തരൂ കേട്ടോ എന്താണെന്ന് വെച്ചാല്. അപ്പൊ ഈ ഡാമ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷൻ തരാം. ഡാമ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡിസ്ചാർജ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. അതറിയാം, അതായത് ഡോക്ടറുടെ, അതായത് ചികിത്സിക്കുന്ന ഡോക്ടറുടെ അനുവാദം കൂടാതെ ഡോക്ടറുടെ അഡ്വൈസിനെതിരായി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകുന്ന വ്യക്തികളെ നമുക്ക് ഡാമ പേഷ്യൻസ് എന്ന് വിളിക്കാം. ഒന്നും കൂടി പറയാം, ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശത്തിനെതിരായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്വൈസിനെതിരായി അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ, ഡോക്ടറുടെ സമ്മതമില്ലാതെ ചിലർ നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് വാങ്ങി പോകാറുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് ഡിസ്ചാർജ് സംഭവിക്കാം. ചിലപ്പോ ആ ഹോസ്പിറ്റലിന്റെ പോളിസിയുമായിട്ട് രോഗിക്ക് ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് എന്താ പറയാ അവരുടെ ട്രീറ്റ്മെന്റ് പോരാ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോ ഈ രോഗിക്ക് അവിടെ നിന്ന് പോകാനുള്ള ഇത് വരുന്നത്. അപ്പൊ ഇത്തരത്തില് ഡോക്ടറുടെ അനുവാദം കൂടാതെ പോകുന്ന പേഷ്യൻസിനെ നമുക്ക് എന്ത് പറയാം, ഡാമ പേഷ്യൻസ് എന്നാണ് പറയാം. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിന്റെ റെക്കോർഡുകൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചു വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് ഡാമ പേഷ്യൻസിന്റെ റെക്കോർഡ്? അവരുടെ കൺസെന്റുകളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഈ പേഷ്യൻസിന്റെ കൺസെന്റ് ഒക്കെ ആര് വാങ്ങിക്കാറുണ്ട്, സമ്മതപത്രമൊക്കെ വാങ്ങിക്കാറുണ്ട്. ചില ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതായത് പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയാല് അല്ലെ,
അതായത് പേഷ്യന്റ് എന്തെങ്കിലും, അതായത് ഇവിടെ നിന്ന് പോകുന്ന വഴി, അതായത് ഈ ഡിസ്ചാർജ്, അതായത് നിർബന്ധപൂർവ്വമുള്ള ഡിസ്ചാർജ് വാങ്ങി പോകുന്ന വഴി പേഷ്യന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു എന്താ പറയാ പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഹയർ അതോറിറ്റീസ്, ഇപ്പൊ പോലീസ് പോലുള്ള ആളുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇൻ കേസ് അയാൾ ഡെത്ത് ആയി പോയി കഴിഞ്ഞാൽ, പോകുന്ന വഴി ഡെത്ത് ആയി പോയി എന്ന് വിചാരിക്കാം, അപ്പൊ എന്ത് വരും? ഹോസ്പിറ്റലിന്റെ പേരിൽ കുറ്റം വരാറുണ്ട് അല്ലേ? അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗിയുടെ സമ്മതപൂർവ്വം തന്നെയാണ് പോകുന്നതെന്ന് കൺസെന്റ് ഫോം വാങ്ങിച്ചു വെക്കാറുണ്ട്. കൺസെന്റ് ഫോമും അതുപോലെ തന്നെ ആ പേഷ്യന്റ് എല്ലാ തരത്തിലുമുള്ള ഡീറ്റെയിൽസുകൾ എന്ത് ചെയ്യാറുണ്ട്? സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഇത്തരത്തിലുള്ള റെക്കോർഡുകള് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഒരു വ്യക്തി ഇങ്ങനെ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ സൂക്ഷിച്ചു വെക്കേണ്ടത് ഈ എമർജൻസി റൂം ക്ലർക്ക് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്ന കേട്ടോ. ഡാമ ഫുൾ ഫോം ഒക്കെ എഴുതിയെടുത്തല്ലോ. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ലാസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. Medico-legal case is made based on the patient's condition, unnatural cause of injury, RTA, etc. Records of such cases are entered in the medico-legal register with the details of patients and accident, and the patient case file is stamped as medico-legal. The local police station is informed immediately. Casualty in charge will be informing the police based on the casualty in charge or treating consultants instructions. അതായത് രോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള ഇഞ്ചുറിയുടെ കാരണം RTA എന്ന് പറഞ്ഞാല് റോഡ് ട്രാഫിക് ആക്സിഡന്റ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് RTA. ഓക്കെ, ഇത്തരം കേസുകളെ അടിസ്ഥാനമാക്കിയാണ് മെഡിക്കോ ലീഗൽ കേസ് നിർമ്മിക്കുന്നത്. അതായത് ഒരു കേസ് മെഡിക്കോ ലീഗൽ കേസ് ആകണമെങ്കിൽ അതിന് ചില സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നില്ലെങ്കിൽ അസ്വാഭാവിക അതായത് അൺനാച്ചുറൽ ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാകാം രോഗിക്ക്. അതുപോലെ റോഡ് ആക്സിഡന്റിൽപ്പെട്ട വ്യക്തിയായിരിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യുന്നു? മെഡിക്കോ ലീഗൽ കേസ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അത്തരം കേസുകളുടെ രേഖകൾ രോഗികളുടെയും അതുപോലെ തന്നെ അപകടത്തിന്റെയും വിശദാംശങ്ങൾ സഹിതം മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും രോഗിയുടെ കേസ് ഫയലിൽ മെഡിക്കോ ലീഗൽ എന്ന് സ്റ്റാമ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്തരം കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒരു ആക്സിഡന്റ് പറ്റിയ ഒരാളെ കൊണ്ടുവന്നു അല്ലെങ്കിൽ അൺനാച്ചുറൽ ഇഞ്ചുറി പറ്റിയ ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മെഡിക്കോ ലീഗൽ രജിസ്റ്ററിൽ എന്ത് ചെയ്തിരിക്കണം? രേഖപ്പെടുത്തി വെച്ചിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫയല് മെഡിക്കോ ലീഗൽ കേസ് എന്ന് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ എന്ത് ചെയ്തിരിക്കണം? ലോക്കൽ പോലീസിൽ വിവരം അറിയിക്കണം. ഓക്കെ, ഇത് ആരുടെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്? ലോക്കൽ പോലീസിൽ വിവരം അറിയിക്കേണ്ടത്. അതായത് ഒന്നില്ലെങ്കിൽ എന്താ പറയാ, ഇദ്ദേഹത്തെ ചികിത്സിക്കുന്ന കൺസൾട്ടന്റിന്റെയോ അല്ലെങ്കിൽ അപകടത്തില്, അതായത് അപകടവുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലായിരിക്കണം ഈ പോലീസിൽ എന്ത് ചെയ്യേണ്ടത്? ഇൻഫോം ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് മെഡിക്കൽ ലീഗൽ കേസുമായിട്ട് പറയാനുള്ളത് കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഈ എമർജൻസി റൂം ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതും അതിന് വേണ്ടിയിട്ടുള്ള ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും ഈ ഒരു എമർജൻസി റൂം ക്ലർക്കാണ്. ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പൊ ഞാനൊരു 5 മിനിറ്റ് സമയം തരാം. നിങ്ങളൊന്ന് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓടിച്ചു നോക്കുക. ഓക്കെ, 5 മിനിറ്റ് സമയം തരാം കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ഒന്ന് മറിച്ച് നോക്കുക കേട്ടോ.
ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറഞ്ഞുതരാം. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സോ? ഓക്കെ, അതായത് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റിയെ അളക്കുന്ന ഘടകങ്ങളാണ് പറയുന്നത് കേട്ടോ. ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ അവരെ മെഷർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് ആണ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സയിലിരിക്കുന്ന പേഷ്യൻസ് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ശതമാനം ആളുകളാണ് വീണ്ടും അവിടെ പ്രസന്റ് ആവുന്നത്, അല്ലെങ്കിൽ വീണ്ടും അവിടെ ചികിത്സയ്ക്കായിട്ട് വരുന്നത്, അതിന്റെ റേറ്റ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എത്ര രോഗികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം രോഗികളാണ് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എന്നാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. എത്ര ആളുകളാണ് ഒരു ഡോക്ടറെ കാണാതെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അളക്കുന്നത് കേട്ടോ. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ രോഗി വന്ന് അദ്ദേഹത്തിന്റെ ഇനീഷ്യൽ ആയിട്ടുള്ള അസസ്മെന്റിന് വേണ്ടിയിട്ട്, ഉദാഹരണം പൾസ് ചെക്ക് ചെയ്യുക, BP ചെക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര സമയമാണ് പിടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സമയം വേണ്ടി വരുന്നു അതിന് വേണ്ടിയിട്ട്. ടൈം ടു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ടാണ് രോഗിക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചികിത്സ ആരംഭിക്കുന്നത്. ലാസ്റ്റ് സർവീസ് എക്സ്പീരിയൻസ്. എത്രമാത്രം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ചോദിച്ച ആള് മനു. മനു അല്ല മാം, പിന്നെ ഓക്കെ ഓക്കെ. കോഡ് ബ്ലൂ അതിന്റെ റേറ്റ് ആണ് നോക്കുന്നത്, ക്വാളിറ്റി അല്ല റേറ്റ് ആണ് നോക്കുന്നത്. എത്ര പേരാണ് ഡോക്ടറെ കാണാതെ പോകുന്നത്, ഇതൊക്കെ അതിന്റെ അളവുകളാണ്, അതായത് മെഷർമെന്റ് എടുക്കുന്നതാണ്. കോഡ് ബ്ലൂ എന്ന് പറഞ്ഞാല് കാർഡിയാക് അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച് ഒരു വ്യക്തിയെ കൊണ്ടുവരുവാണെങ്കിൽ അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ആ ഒരു കാർഡിയാക് വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ സേവനം ആവശ്യമാണ്, എക്യുപ്മെന്റുകളുടെ സേവനം ആവശ്യമാണ്. അത് ഉടനടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. ഇൻട്രൊഡക്ഷൻ ഫുള്ള് ഒന്ന് പോയിന്റ് ചെയ്യാം കേട്ടോ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി it has alternative names: casualty, emergency department, emergency room. Introduction full. Then location of emergency department located on the ground floor. Located on the ground floor. Underline cheya. Easily visible and accessible ആയിട്ടുള്ള കളർ ഏതാണ് കളർ? ഈസിലി വിസിബിൾ ആൻഡ് ആക്സസിബിൾ, റെഡ് കളർ. ഓക്കെ, അതൊന്ന് പോയിന്റ് ചെയ്യാം കേട്ടോ, അതുണ്ടാവാം. Then triage എന്താണെന്ന് ചോദിക്കാം. Triage. Then emergency department workforce. Emergency department workforce. Then MLC. MLC എന്താണ്? അതിന്റെ ഫുൾ ഫോം എന്താണ്? MLC medical legal cases like accident and trauma, assault, rape, poisoning, unconscious, broad dead should be stamped as MLC. That is
one of the important points. Okay. Then quality indicators. Quality indicators. Then DAMA full form. DAMA full form. The last paragraph, medico-legal cases is made based on the patient's condition തുടങ്ങി consultant's instructions വരെ. Okay. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്ര മതിയോ? ഇനി വേണോ? ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. RT എന്ന് പറഞ്ഞാൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആണ് കേട്ടോ. റോഡ് ട്രാഫിക് ആക്സിഡന്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ. ദെൻ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ചാപ്റ്റർ തുടങ്ങാമല്ലോ. എന്നാ തുടങ്ങി വയ്ക്കാം. ഇല്ലില്ല, റിവാലുവേഷൻ ഒന്നും ചോദിക്കില്ല. അടുത്ത ചാപ്റ്റർ നമുക്ക് തുടങ്ങി വെക്കാം കേട്ടോ. SOP എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP. അടുത്ത ചാപ്റ്ററിന്റെ പേര് ചാപ്റ്റർ 9 ആണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ ആ 3 പോയിന്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്യുക കേട്ടോ. മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യുക. ഡാമ എന്ന് പറയുന്നത് ഡാമ ഡിസ്ചാർജ് എഗൈൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് ആണ്. എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 3 പോയിന്റ് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് ആദ്യം വായിക്കുക. വായിച്ചതിന് ശേഷം ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇൻഡോർ പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റ് IPD mentions the areas of the hospital where patients are accommodated after being admitted based on doctors' specialist assessment from the outpatient department, emergency services and ambulatory care. Outpatient departmentil നിന്നോ എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നോ ആംബുലേറ്ററി കെയർ എന്നിവയിൽ നിന്നുള്ള ഡോക്ടറുടെ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റിന് ശേഷം രോഗികളെ താമസിപ്പിക്കുന്ന ആശുപത്രിയുടെ മേഖലയാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത്
ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികൾ, അതുപോലെ തന്നെ എമർജൻസി സർവീസസ് ആവശ്യമായിട്ട് വരുന്ന രോഗികൾ, ആംബുലേറ്ററി കെയറിൽ വരുന്ന രോഗികൾ, ഇത്തരത്തിൽ ഈ മേഖലകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന രോഗികളെ അവിടെയുള്ള ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിന്റെ ഇവാലുവേഷന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിറ്റ് ആക്കുകയും അഡ്മിറ്റിന് ശേഷം രോഗികളെ കിടത്താനായിട്ട് അല്ലെങ്കിൽ അവരെ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം വിഭാവനം ചെയ്ത ഒരു മേഖലയാണത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടി വിവരിച്ചു പറയാം. ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാല് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാല് അദ്ദേഹത്തിന് ഡോക്ടറെ കാണാനും അവിടെ വെച്ച് ചികിത്സ നടത്താനും സാധിക്കുന്നത് അല്ലെ. ഒരു എന്താ പറയാ ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരികയാണ്, എന്തെങ്കിലും പനിയോ ജലദോഷമോ അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖമായിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഡോക്ടറെ കണ്ടു, അദ്ദേഹത്തിന് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും എന്താ പറയാ കുറച്ച് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ സിവിയറിറ്റി കുറച്ച് കൂടുതലാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യില്ല, തിരിച്ചുവിടില്ല അല്ലെ, വീട്ടിലേക്ക് തിരിച്ചുവിടില്ല. അപ്പൊ ഡോക്ടറുടെ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഒബ്സർവേഷന് ശേഷം അദ്ദേഹത്തെ അഡ്മിറ്റ് ആക്കുന്നു. അപ്പൊ അഡ്മിറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ താമസിപ്പിക്കുന്ന പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എവിടെ നിന്നുള്ള രോഗികളാണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്? ഒന്നില്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള രോഗികളാവാം, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള രോഗികളാവാം. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. Then an IPD is a part of a healthcare facility or hospital where patients are admitted for over 24 hours. An IPD of the hospital is generally equipped with beds, medical equipment, and 24/7 availability of doctors and nurses. അതുപോലെ തന്നെ ഈ IPD എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് 24 മണിക്കൂറുമാണ് അല്ലെ. ഇപ്പൊ ഒരു പേഷ്യന്റിനെ IPD അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ 24 മണിക്കൂർ എന്ത് ചെയ്യും, അവിടെ തന്നെയാണ് കിടത്തുക അല്ലെ, അവിടെ തന്നെയാണ് താമസിപ്പിക്കുക. അതുപോലെ തന്നെ ഈ IPD എന്ന് പറയുന്നത് ജനറലി അവിടെ എന്താണ്, എക്യുപ്പൈഡ് ആയിട്ടുള്ള ബെഡ്സുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ 24/7 ആഴ്ചയിൽ 7 ദിവസവും അതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങിയിട്ടുള്ള ഒരു സംഘം തന്നെ ഇവിടെ ഉണ്ടാവും IPD വർക്കിംഗ് ആണ്. IPD എന്ന് പറയുന്നത് എന്താണ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രോഗികൾ 24 മണിക്കൂറും അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ത്, ഈ ഒരു ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ ബെഡുകൾ ഉണ്ടാകും, അതുപോലെ എക്യുപ്മെന്റുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും സ്റ്റാഫുകളും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. Then last point, the duration of stay will rely on severity of patient illness. രോഗിയുടെ രോഗത്തിന്റെ തീവ്രതയെ ആശ്രയിച്ചാണ് രോഗിയെ ആശുപത്രിയിൽ താമസിപ്പിക്കുന്നതിന്റെ ഡ്യൂറേഷൻ വരിക. ഓക്കെ, അതായത് ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ രോഗത്തിന്റെ സിവിയറിറ്റി കൂടുതലായിരിക്കാം. അപ്പോൾ ചില പേഷ്യൻസിന് ചിലപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ ചിലപ്പോൾ അവർ അഡ്മിറ്റ് ആക്കാം. ചില പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ സിവിയറിറ്റി കുറവായിരിക്കാം, രോഗത്തിന്റെ സിവിയറിറ്റി കുറവായിരിക്കാം. അതുകൊണ്ട് ചിലപ്പോൾ 2 ദിവസമോ 1 ദിവസമോ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം അവരെന്ത് ചെയ്യാം, വീട്ടിലേക്ക് വിടാം. അപ്പോ രോഗി വന്നു കഴിഞ്ഞാൽ അയാളിലുള്ള രോഗത്തിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് അയാളെ അവിടെ കിടത്തുക അല്ലെങ്കിൽ അയാളെ അവിടെ താമസിപ്പിക്കുക. ഓക്കെ, 3 പോയിന്റും ഓക്കെ അല്ലേ? ഓക്കെ ആണ്. നമുക്ക് ഇന്ന് ഇവിടം വരെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് ഈ 3 പോയിന്റുമായി ബന്ധപ്പെട്ട് യാതൊരു വിധ ഡൗട്ടും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പൊക്കിയോട്ടെ എന്നാ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നീതു എന്താണ് വാ വിളിക്കുന്നേ? മനസ്സിലായില്ലേ നീതു? മൈക്ക് ഓൺ ചെയ്യണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു.
ഞാൻ നേരത്തെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഇപ്പൊ ചോദിക്കാത്തത് കേട്ടോ. ഓക്കെ, ഇപ്പൊ 3 കാര്യങ്ങൾ മാത്രം വായിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you, Miss. Thank you, Miss. താങ്ക് യു.